കൂടെ ഒന്ന് പെരുകേറ്റല്ലേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്നലെ നീ എന്നോട് കുറെ ഇമോഷണൽ ആയിട്ട് സംസാരിച്ചല്ലോ. ഇങ്ങനെയാണോ ഇവനെ നീ സംരക്ഷിക്കേണ്ടത്? ഇതുവരെ തുടർച്ചയായി 10 ദിവസമെങ്കിലും ഇവൻ സ്കൂളിൽ പോയിട്ടുണ്ടോ? അങ്ങനൊന്നും പോവാൻ പറ്റില്ല അച്ഛമ്മ. ഇടക്ക് സാറ്റർഡേ സൺഡേ ലീവ് ഉള്ളതല്ലേ. അയ്യോ, എന്തൊരു സംസാരമല്ലേ. എന്തൊരു ബുദ്ധിയാ നമ്മുടെ പേരക്കുട്ടിക്ക്. ആ താങ്ക് യു മുത്തശ്ശി. അമ്മേ നിർത്ത്. ഇവനെ നിങ്ങൾ എല്ലാരും കൂടെ കൊഞ്ചിച്ചാ ഇത്രയും വഷളാക്കി മാറ്റിയത്. അമ്മേ, ഇനി ഇങ്ങനെ സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. നിന്റെ ഈ വാക്ക് ഇതുവരെ ചുരുങ്ങിയത് 1 ലക്ഷം തവണയെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ നീ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല. നീ അവനെ ലാളിച്ച് തോളെ കയറ്റി നടന്നു. അവൻ ഈ നാട്ടില് പഠിപ്പും വിവരമില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന നീ കണ്ടോ? ദേവയാനി, എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഇന്നാ മാളിലെ പ്രോഗ്രാമിൽ ചീഫ് ഗസ്റ്റായി ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ ഇവര് രണ്ടും കൂടെ നടത്തിയ തോന്നിയസം ഞാൻ കാണില്ലായിരുന്നു. ഇവനിങ്ങനെ സ്കൂളിൽ പോവാതെ മടി പിടിച്ച് നടക്കും അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടുത്തെ നമ്പർ 1 സ്കൂളായ ആര്യൻ പബ്ലിക് സ്കൂളിൽ ഞാൻ ചേർക്കില്ലായിരുന്നു. ഞാനാണ് അവിടെ ചേർക്കാൻ പറഞ്ഞത്. എന്താ പറഞ്ഞേ? അച്ഛമ്മേ, ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഒച്ച വെച്ച് ടയേർഡ് ആവുന്നത്? ഇങ്ങനെ ചെയ്ത് അച്ഛമ്മയുടെ ശരീരം ക്ഷീണിക്ക. നാളെ തൊട്ട് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് സ്കൂളിൽ പോക്കോളാം. ഇത് ഗോവിന്ദങ്ങളുടെ തലമുടിയെ തൊട്ട് സത്യം ചെയ്യുക. എന്റെ തലമുടി സത്യോ? ഇവൻ സ്കൂളിൽ പോയില്ലേ എന്റെ തലമുടി മൊത്തം പോവല്ലോ. ഇവൻ നമുക്കിട്ട് പണിതാണല്ലോ. കൊല്ലും നിന്നെ ഞാൻ. അച്ഛാ വാ അച്ഛാ, ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുള്ളതാ. ശരിയല്ലേ? അതെ അച്ഛാ. താങ്ക്സ് മുത്തശ്ശി. നല്ല തിരക്കഥയാ. എസ്കേപ്പ്. അമ്മേ വീടമ്മേ, നാളെ തൊട്ട് കവിൻ കറക്റ്റ് ആയിട്ട് സ്കൂളിൽ പോയിക്കോളും. നീ വലിയ വാചകം അടിക്കാതെ മര്യാദയ്ക്ക് കോളേജിൽ പോ. അയ്യോ, ഇപ്പൊ എന്റെ നേർക്കാണല്ലോ. രക്ഷപ്പെട്ടു മോളെ. ഓടി. എന്താ നിങ്ങൾ എല്ലാവരോടും വായി നോക്കി നിൽക്കുന്നേ? പോയി ജോലി ചെയ്യാൻ നോക്ക്. മോളെ, അതൊക്കെ ഒന്ന് നേരെ എടുത്തു വെച്ചേ. വിജയികളായ വിക്രമും കവിനും വേദിയിലേക്ക് വന്നോളൂ. മാഡം, നമ്മുടെ ഈ മോളിന് വേണ്ടിയും ബെസ്റ്റ് ഫാദർ ആൻഡ് സണ്ണിന് വേണ്ടിയും ഈ അവാർഡും കൂടി അവർക്ക് കൊടുത്തേക്കും. അമ്മ മതി അമ്മേ. ഇനി ഒരു വായ കൂടി. മതി അമ്മേ. വാശി കാണിക്കുവല്ലേ? വാ കാണിക്ക. നില, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ? ആ കഴിഞ്ഞ ആന്റി. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എങ്ങനെ? ഓക്കെയാ അല്ലെങ്കിൽ മോശമായിരുന്നോ അത്? സൂപ്പർ ആയിരുന്നു ആന്റി. അപ്പൊ നിലമോൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കി തരാം. ഓക്കെ? എനിക്ക് ഡബിൾ ഓക്കെ. സോ ക്യൂട്ട്. വിജയ്, വിജയലക്ഷ്മി, വിജയ് വാങ്ങിച്ചോ. എന്താ സാർ ഇത്? മോളെ സ്കൂളിൽ ചേർക്കാനുള്ളതല്ലേ, അതിന് അടുത്തുള്ള സ്കൂളിൽ പോയി ആപ്ലിക്കേഷൻ വാങ്ങിച്ചിട്ട് വന്നതാ. ഈ സ്കൂളിലെ ഫീസ് ഭയങ്കര കുറവാ. നിങ്ങളുടെ അവസ്ഥയ്ക്ക് പറ്റിയ സ്കൂളാന്നേ. നാളെ നമുക്ക് 2 പേർക്കും പോയി മോളെ സ്കൂളിൽ ചേർത്തിട്ട് വരാം. ഓക്കെ അല്ലേ?
നിങ്ങൾ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? ഞാൻ തന്നെ പോയിക്കോളാം. അയ്യേ, ഇതിലൊക്കെ എന്താ ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലൊക്കെ ചെയ്യണ്ടേ? മോളുടെ അമ്മയായിട്ട് നിങ്ങള്, ഗാർഡിയനായിട്ട് ഞാനും വരാം. മോളുടെ പഠിപ്പല്ലേ പ്രധാനം.